ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഇന്ന് ഞങ്ങൾ സൺഡേ ആയിട്ട് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടിങ്ങിന് പോകാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മീൻസ് ഒന്ന് പുറത്ത് പോയിട്ട് ചില്ലായിട്ട് വരാമെന്ന്. പക്ഷേ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എങ്കിടാ പോകണമെന്നൊന്നും. ബിക്കോസ് എവിടേക്കാണ് പോകണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏകദേശം എല്ലാവരുടെയും ഇവിടെ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ പോകാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം ആൾക്കാർ തന്നെ ഋഷാൻ ആൻഡ് ഫാമിലി, ആൻറ്റി മച്ചിച്ചി ആൻഡ് ഫാമിലി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്, കൂടെ നിങ്ങളും. അപ്പം ഇന്ന് ഞാൻ മൊത്തത്തിലൊരു റെഡിഷ് ആയിട്ട് നിൽക്കുകയാണ്. മീൻസ് എൻ്റെ ബ്രേസ്ലെറ്റ്, കമ്മൽ, എൻ്റെ ഡ്രസ്സ് മൊത്തത്തിലൊരു റെഡ് കളറിൻ്റെ ഒരു തീമിൽ നിൽക്കുക കേട്ടോ. ചുമ്മാ വെറുതെ ഇട്ട് വന്നപ്പോൾ ഒരു റെഡായപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിലും റെഡാക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് സിന്ദൂർ ഇടുന്നത്. അത് കാരണം എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ എന്തൊരു വ്യത്യാസമുള്ള പോലെ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയ ശേഷം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ഫൈനലി ഞങ്ങളൊരു ഉത്തരം കണ്ടുപിടിച്ചു കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രൈബൽ മ്യൂസിയം നമ്മുടെ തൊട്ടടുത്ത് ഭോപ്പാലിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല, ഇന്നത്തെ യാത്ര അങ്ങോട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രൈബൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ പോയപ്പോൾ ഇതുപോലെ അത്യാവശ്യം അല്ലറ ചില്ലറ പരിപാടി, അതായത് പെയിൻറ്റിങ് പരിപാടികൾ, അത്യാവശ്യം പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മ്യൂസിയം കുറച്ചും കൂടി ഒരു ഡെവലപ്പാക്കാനുള്ള ഒരു പണിത്തിരക്കിലൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ പോയി, ഇതാണ് അവിടുത്തെ ഒരു എൻട്രി ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഉള്ളിലോട്ട് പോകുമ്പോൾ അവിടെ ചെറിയൊരു എൻക്വയറിക്കുള്ളൊരു റിസപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റ് 20 രൂപയാണ്, പ്ലസ് ഫോട്ടോഗ്രാഫിക്ക് 100 രൂപ ചാർജ് എക്സ്ട്രാ വേണം കേട്ടോ. അതും ഒരു ഫോണിലേ പറ്റുള്ളൂ. അതുമാത്രമല്ല അവിടെ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അതവരവിടെ സ്ട്രിക്റ്റായിട്ട് പറയും. ഓരോ സെക്ഷനിലും ഓരോ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ എടുക്കണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, വേറൊരു ലോകം വരുന്നു. നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാണാനും അതുപോലെ കേൾക്കാനും ഒക്കെ സാധിച്ചു കേട്ടോ. എന്താ പറയുക, പണ്ടത്തെ ആ ട്രൈബൽസിൻ്റെ ജീവിത രീതി, അവരുടെ സംസ്കാരം, അവരുടെ ആചാരങ്ങൾ, അവരുടെ അന്നത്തെ ഒരു സംഗീതോപകരണങ്ങൾ, ആയുധങ്ങൾ, കൃഷി ആയുധങ്ങൾ ഒക്കെ അതിൻ്റെ ഉള്ളിലിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, അത് വീഡിയോ ആക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. സോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ട്രൈബൽ മ്യൂസിയം എന്നാട്ടോ. 2013 ഈ ഒരു മ്യൂസിയം ആരംഭിച്ചത്. അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആദിവാസി മ്യൂസിയങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു 20 രൂപ ടിക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിലുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് എന്തായാലും കിട്ടുന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെയാണ് അവിടുത്തെ സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഷോപ്പീസ് ചെയ്ത് വെച്ചിട്ടുള്ളതും. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സും അവരവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ ഡെയിലി രാത്രി ഡാൻസ് പരിപാടികളും പാട്ട് പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്ത് ഒരു ചെറിയ പാട്ട് കച്ചേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കേട്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം ആ ഒരു മ്യൂസിയം മൊത്തത്തിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. നല്ല എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റി, കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി. സോ ഫൈനലി അങ്ങനെ നമ്മൾ രാത്രിയായി ഏകദേശം. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കേരള ഹോട്ടലിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.